ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ 29-ാം വാക്യം വരെ. ത്വയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക: അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകയെന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വിഭജിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ത്വയഥൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ത്വയഥൈരയിലെ സഭയ്ക്ക് എഴുതിയ സന്ദേശമാണ് നാം വായിച്ചു കേട്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ ത്വയഥൈര സഭയ്ക്ക് കൊടുത്ത സന്ദേശത്തിൻ്റെ സവിശേഷതകൾ നാം പറയുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ചെറിയൊരു പട്ടണത്തിൽ ആയിരുന്ന സഭയ്ക്ക് ഏറ്റവും ദൈർഘ്യമുള്ളൊരു സന്ദേശം കർത്താവ് നൽകി എന്ന കാര്യമാണ്. ലോങ്ങസ്റ്റ് മെസ്സേജ് ടു ദ ചർച്ച് ഇൻ ദ സ്മോളസ്റ്റ് സിറ്റി. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ത്വയഥൈര സഭയുടെ സന്ദേശം മുഴുവനായിട്ട് പരിശോധിച്ച് തീർക്കുവാനായിട്ട് കഴിഞ്ഞില്ല. 3 കാര്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. കർത്താവ് ഈ സഭയ്ക്ക് തന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്നും അവർ എന്തെല്ലാം കാര്യങ്ങളിലാണ് നന്നായി പ്രവർത്തിച്ചത് എന്ന കർത്താവിൻ്റെ അഭിനന്ദന വചനങ്ങളും, അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള കുറ്റപത്രവും. അവരെക്കുറിച്ചുള്ള കുറ്റപത്രം അല്പം നീണ്ടതായിരുന്നു. ആ കുറ്റപത്രം നീണ്ടുപോയതുകൊണ്ടാണ് സന്ദേശം നീണ്ടുപോയത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. അവസാനം നാം പറഞ്ഞു നിർത്തിയപ്പോൾ പറഞ്ഞത്, ഈസബേലിൻ്റെ പാപക്കിടക്ക, അവൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ രോഗക്കിടക്കയായി മാറും. ഞാൻ കൊന്നുകളയും എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ മഹാമാരിയാൽ നശിപ്പിക്കും എന്ന അർത്ഥത്തിലാണ് അത് പ്രയോഗിച്ചിരിക്കുന്നത്. മഹാമാരിയാൽ നശിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് പാപക്കിടക്ക രോഗക്കിടക്കയാകും, അത് മരണക്കിടക്കയായിട്ടും മാറും എന്നാണ് പറഞ്ഞത്. ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. ദൈവം കള്ളപ്രവാചകയെയും അവളുടെ അനുയായികളെയും എന്നും എന്നേക്കുമായി ന്യായം വിധിച്ച് നീക്കിക്കളയുമെന്ന് ചുരുക്കം. ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇന്ന് കർത്താവ് ത്വയഥൈരയിലെ സഭയ്ക്ക് കൊടുത്ത ഉപദേശം, താക്കീതോടുകൂടിയ ഉപദേശം, അഡ്മോണിഷൻ എന്താണെന്നുള്ളതും അവർക്ക് കൊടുത്ത വെല്ലുവിളി എന്ത് എന്നുള്ളതും നമുക്ക് പരിശോധിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് കർത്താവ് ഈ സഭയ്ക്ക് കൊടുത്ത ഉപദേശം എന്താണെന്നുള്ളത് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത്. ത്വയഥൈര സഭ കൂട്ടായ്മയിൽ ദുരുപദേശങ്ങൾ പ്രചരിച്ചിരുന്നു. അവർ വ്യഭിചാരവും ദുർനടപ്പും വിഗ്രഹാരാധനയും ഒക്കെ ആചരിച്ചിരുന്നു. അതിനെല്ലാം അവരെ പ്രേരിപ്പിച്ചത് ഒരു കള്ളപ്രവാചകയായിരുന്നു, ഒരു സ്ത്രീ ആയിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടത് ഓർക്കുമായിരിക്കുമല്ലോ. എന്നാൽ ഈ സഭാ കൂട്ടായ്മയിലുള്ള എല്ലാവരും കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചില്ല. വിശ്വസ്തരായിരുന്നവരെക്കുറിച്ചും യേശു പരാമർശിക്കുന്നുണ്ട്. അതേത് സഭയെക്കുറിച്ചും ശരിയാണ്. ഒരു സഭയിലും ഒന്നടങ്കം എല്ലാവരും അവിശ്വസ്തരാകാറില്ല. ചില അവിശ്വസ്തന്മാരുണ്ടാവും, എന്നാൽ വിശ്വസ്തന്മാരും സഭയിൽ ഉണ്ടാകും. അങ്ങനെ തന്നെയുള്ളൊരു സഭയാണ് ത്വയഥൈര സഭയും. വെളിപ്പാട് 2:24 നാം വായിക്കുന്നത്, എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും
അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ഈ ശേഷം പേർ ദുരുപദേശത്തിൽ നിന്ന് പൂർണ്ണമായി വേർപാട് ആചരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈസബേലിൻ്റെയും കൂട്ടരുടെയും വ്യാജ കൂട്ടുകെട്ടുകളിൽ അവർ പങ്കാളികളായില്ല. ഈസബേലും കൂട്ടരും പഠിപ്പിച്ച തന്ത്രപരമായ ഉപദേശത്തെ യേശു സാത്താൻ്റെ ആഴം എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ പറയും പോലെ സാത്താൻ്റെ ആഴം. സാത്താൻ്റെ ആഴം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവർ പറയും പോലെ സാത്താൻ്റെ ആഴം. പൗലോസിൻ്റെ വാക്കുകളെ കൂട്ടിക്കൊണ്ട് ജ്ഞാനവാദത്തിലേക്ക് തിരിഞ്ഞ് സർപ്പത്തെ ആരാധിക്കുന്ന ഓഫിറ്റസ് എന്നൊരു സംഘം തുയഥൈര സഭയിൽ ഉണ്ടായിരുന്നു. അവരെ കൂടി ഉദ്ദേശിച്ചാണ് സാത്താൻ്റെ ആഴം എന്ന് പറയുന്നതെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ പല ആരാധനകൾ ഉണ്ടായിരുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാകുമല്ലോ. അപ്പോളോ ദേവനെയും മറ്റും ആരാധിച്ചിരുന്നു. അതുകൂടാതെ സർപ്പത്തെ ആരാധിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാത്താൻ്റെ ആഴം എന്ന പ്രയോഗം. അപ്പോസ്തലനായ പൗലോസൊക്കെ അങ്ങനെ പാടില്ല എന്നുള്ളത് പഠിപ്പിച്ചിരുന്നെങ്കിലും അതിന് വിരോധമായിട്ടാണ് ഈ തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് ഈ സഭ തിരിയുവാനായിട്ട് ഇടയായത്. ഏതായാലും നമുക്ക് സാത്താൻ്റെ ആഴം തിരഞ്ഞന്വേഷിച്ച് പഠിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. എന്നാൽ നാം തേടേണ്ടത്, അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ ആഴങ്ങളെയാണ്. ദൈവത്തിന് ആഴങ്ങൾ ഉള്ളതുകൊണ്ടാണ് സാത്താൻ്റെ ആഴം എന്ന പ്രയോഗം വേദപുസ്തകത്തിൽ വന്നതും. നമുക്ക് 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അതുകൊണ്ട് നമുക്ക് സാത്താൻ്റെ ആഴങ്ങൾ നിൽക്കട്ടെ, ദൈവത്തിൻ്റെ ആഴങ്ങൾ എന്തെന്ന് ആരായുന്ന ആത്മാവിൻ്റെ ഒരു ശുശ്രൂഷയും ആത്മാവിൻ്റെ ചിന്തയുമാണ് ദൈവമക്കൾക്ക് വേണ്ടത്. ഒരുപാട് സമയം സാത്താൻ്റെ ആഴങ്ങൾ തിരയാനായിട്ട് മെനക്കെടുത്തിയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല എന്ന് ഓർത്തിരിക്കുക. 24-ാം വാക്യത്തിൽ സഭയിൽ വിശ്വസ്തരായിരുന്നവരുടെ മേൽ വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. അത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഒന്നും ചെയ്യാനില്ല എന്ന് കരുതി ആലസ്യത്തിൽ ആണ്ടുപോകാനും പാടില്ല. അതുകൊണ്ടാണ് 25-ാം വാക്യത്തിൽ എങ്കിലും നിനക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. അപ്പോൾ ഒരു കാര്യം അവർ ചെയ്യാനുണ്ട്, ഉള്ളത് കർത്താവ് വരും വരെ പിടിച്ചുകൊള്ളണം. ദുഷ്ടതയോടും ദുർനടപ്പിനോടും അവസാനം വരെ എതിർത്ത് നിൽക്കേണ്ടതാണ്. ഒരു തരത്തിലും ദുഷ്ടതയ്ക്കും ദുർനടപ്പിനും വിധേയപ്പെടുവാനായിട്ട് പാടില്ല. ഒരർത്ഥത്തിലും വിട്ടുവീഴ്ചയും ഒരു തരത്തിലും ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് നാം വായിക്കുന്നത്. പിശാച് ഇടം തേടിക്കൊണ്ടിരിക്കും, പക്ഷെ നാം എതിർത്ത് നിൽക്കണം, പിശാചിന് ഇടം കൊടുക്കുവാൻ പാടില്ല. എഫേസ്യ ലേഖനം 4:27. വീണ്ടും നാം ബൈബിൾ വായിക്കുമ്പോൾ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പം പിശാചിന് ഇടം കൊടുക്കരുത്, പിശാചിനോട് എതിർത്ത് നിൽക്കണം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ഞാൻ വരും വരെ നിനക്കുള്ളത് പിടിച്ചുകൊള്ളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വരും വരെ പിടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞത് തൻ്റെ ജനത്തെ ചേർക്കാൻ അവൻ ആകാശമേഘങ്ങളിൽ വരും വരെ എന്ന അർത്ഥത്തിലാണ്. കർത്താവ് മേഘത്തിൽ സഭയെ ചേർക്കാനായിട്ട് വരുന്നത് വരെ. നമ്മുടെ എതിർത്ത് നിൽപ്പ് കർത്താവിൻ്റെ വരവ് വരെയോ നമ്മുടെ മരണം വരെയോ, ഏതാണ് ഇതിൽ ആദ്യം സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ലല്ലോ. നാം ശുഷ്കാന്തിയോടെ കർത്താവിൻ്റെ വരവ് വരെ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ ഈ കാര്യത്തിൽ തുടർമാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവ് വരും വരെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്കുള്ളത് പിടിച്ചുകൊള്ളണം, വിശ്വസ്തരായിരിക്കണം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവരാണ് വിശ്വസ്തർ എന്നുള്ള കാര്യം മറക്കരുത്. വെളിപ്പാട് 2:10 സ്മിർന സഭയോട് പറഞ്ഞത് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. നാം ആ സന്ദേശം പഠിച്ചതാണ്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അതുകൊണ്ട് കർത്താവിൻ്റെ ഡിമാൻഡ് വളരെ ക്ലിയറാണ്. എല്ലാ സഭകളോടും പറയുമ്പോൾ മരണപര്യന്തം
വിശ്വസ്തനായിരിക്കുക, അല്ലെങ്കിൽ ഞാൻ വരുന്നത് വരെ വിശ്വസ്തനായിരിക്കുക, നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അവൻ വീണ്ടും വരും വരെ വിശ്വസ്തരായിരിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കും. പ്രതിഫലം പ്രാപിക്കുവാൻ തക്കവണ്ണം നാം വളരെ ശ്രദ്ധാലുക്കളായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് നാം മുമ്പോട്ട് വായിക്കുമ്പോൾ വെളിപ്പാട് 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ അടുത്ത ഒരു സഭയ്ക്ക്, സർദീസിലെ സഭയ്ക്ക് സന്ദേശം കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. 16-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ, ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരുപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ എന്നും നാം വായിക്കുന്നു. 22-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവസാനം വരെ, കർത്താവ് വരുന്നത് വരെ നാം ശ്രദ്ധാലുക്കളായിട്ട് ജീവിക്കേണ്ടതാണ്, വിശ്വസ്തരായിട്ട് ജീവിക്കേണ്ടതാണ്. അവൻ ഏത് സമയത്ത് വരും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അവൻ കള്ളനെ പോലെ വരും, അഥവാ നാം എപ്പോഴാണ് മരിക്കുന്നത് എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. സഭകൾക്ക് യേശു ദൂതുകൾ എഴുതിയപ്പോൾ ഇതാദ്യമായിട്ടാണ് ഞാൻ വരും എന്നൊരു പ്രയോഗം. ഞാൻ വരും എന്ന് പല പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. എന്നാൽ സഭയെ വാനമേഘങ്ങളിൽ ചേർക്കുന്നതിനായിട്ട് താൻ വരും എന്ന അർത്ഥത്തിൽ ഞാൻ വരും എന്ന പ്രയോഗം, ദി ഫസ്റ്റ് മെൻഷൻ ഇൻ റെവലേഷൻ ഓഫ് ദ ലോർഡ്സ് കമ്മിങ് ഫോർ ദ ചർച്ച്, മേഘപ്രത്യക്ഷതയിൽ സഭയെ ആകാശമേഘത്തിൽ ചേർക്കുന്നതിനായിട്ട് കർത്താവ് വരും, സഭയുടെ ഉൾപ്രാവണം നടക്കും എന്ന കാര്യം ആദ്യമായിട്ടാണ് കർത്താവ് പറയുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെ വാക്യങ്ങളിലുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശമേഘങ്ങളിൽ അവനോട് ഒപ്പം എടുക്കപ്പെടും. നാം രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ ചേരും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയെ ഓർമ്മപ്പെടുത്തിയത് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നാം ഇതിനു മുമ്പ് വെളിപ്പാട് 1:7 ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്ന് പറഞ്ഞത് പഠിക്കുകയൊക്കെ ചെയ്തത് ഓർക്കുന്നുണ്ടാകും. ലോകത്തെ ന്യായം വിധിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് കർത്താവ് വരുന്നതിനെക്കുറിച്ചാണ് ഈ കാര്യം പ്രസ്താവിച്ചത്. അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ആ വരവിനെക്കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നു. എന്നാൽ സഭയെ ചേർക്കുന്നതിനായിട്ട് വരുന്നതിനെക്കുറിച്ച് തിയതൈര സഭയോടാണ് ആദ്യം അവൻ പറയുന്നതെന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. യേശു കർത്താവ് ഭൂമിയിൽ വന്ന് ഭൂമിയിലുള്ള തൻ്റെ ശത്രുക്കളെ നീക്കിക്കളഞ്ഞ് തൻ്റെ രാജ്യം സ്ഥാപിക്കും. അങ്ങനെ തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ നമുക്കും അവൻ്റെ കൂടെ ആ രാജ്യത്തിൽ പങ്കാളിത്തമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതലുണ്ട്. 5-മതായിട്ട് ഈ സഭയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു ചാലഞ്ച്, ഒരു വെല്ലുവിളി ആണ്, അല്ലെങ്കിൽ വലിയൊരു ഉത്തരവാദിത്വമാണ് 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ വാക്യങ്ങൾ ജയിക്കുക എന്നുള്ള കാര്യത്തോടുള്ള ബന്ധത്തിൽ ഒരു വെല്ലുവിളിയായിട്ട്, ഒരു ചാലഞ്ചായിട്ട് തിയതൈര സഭയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വാക്യങ്ങളാണ്. തിയതൈര സഭയിലെ വിശ്വാസികൾക്ക് ജയിച്ചാൽ കർത്താവ് കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും എന്നാണ് കർത്താവ് വാക്കുകൊടുത്തത്. ജാതികളുടെ മേൽ അധികാരം എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളുടെ മേൽ അധികാരം കൊടുക്കും എന്നാണ് അർത്ഥം. ജാതികൾ എന്നുള്ള പ്രയോഗം കാണുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് പലതരത്തിലുള്ള ആശയങ്ങൾ പോകുന്നു. എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ വായിച്ചാൽ രാജ്യങ്ങളുടെ മേൽ എന്ന അർത്ഥത്തിലാണ് ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ്, ഐ വിൽ ഗീവ് പവർ ഓവർ ദ നേഷൻസ്. അപ്പോൾ ലോകരാജ്യങ്ങളുടെ മേൽ അധികാരം കൊടുക്കും എന്ന കാര്യമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു വലിയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ള കാര്യവും കൂടി ഓർത്തിരിക്കണം. ദൈവജനം ദൈവത്തോടൊപ്പം ജീവിക്കുകയും വാഴുകയും ചെയ്യും. ഞാൻ കുറച്ചു മുമ്പേ ഓർമ്മപ്പെടുത്തിയിരുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് തനിക്കെതിരെയുള്ള ശത്രുത്വം നീക്കി തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും.
ആ വാഴ്ചയിൽ ദൈവജനത്തിനും ദൈവത്തോടൊപ്പം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നതിനുള്ള അവകാശം കർത്താവ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് വിശ്വസ്തരായി ജയിച്ചു വരുന്ന ആളുകൾക്ക് ഞാൻ രാജ്യങ്ങളുടെ മേൽ, ലോകരാഷ്ട്രങ്ങളുടെ മേൽ ഒരു വാഴ്ചയുടെ അവസരം നൽകും എന്ന് കർത്താവ് പറഞ്ഞത്. വെളിപ്പാട് പുസ്തകം തുടർന്ന് പഠിക്കുമ്പോൾ 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. They lived and reigned with Christ 1000 years. 20-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ 2-ാം മരണത്തിന് അവരുടെ മേൽ അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. They shall reign with him 1000 years. അപ്പൊ 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും നാം വായിക്കുന്നത് ദൈവജനത്തിന് കർത്താവിന്റെ കൂടെ ഒരു വാഴ്ചയുണ്ട്. രാജാക്കന്മാരായും പുരോഹിതന്മാരായും അവന്റെ കൂടെ വാഴുന്നതിനായിട്ട് കർത്താവ് ഒരു അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ്. ദൈവം ഭൂമിയിൽ തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ അത് നീതിയുള്ളൊരു സൽഭരണമായിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില്, യെശയ്യാവ് 32-ന്റെ 1-ൽ നാം വായിക്കുന്നത്, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ വെളിപ്പെടണം. നാം അതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്റെ രാജ്യം വരണമേ എന്ന്. അത് അന്വർത്ഥമാകും. അങ്ങനെ ദൈവം തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ അത് നീതിയുള്ള ഒരു സൽഭരണമായിരിക്കും. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും കൂടെ നമ്മൾ വായിക്കുമ്പോൾ നീതിയോടും ന്യായത്തോടും കൂടെ അതിനെ സ്ഥാപിച്ച് കർത്താവ് അതിനെ നിലനിർത്തും എന്ന് നാം വായിക്കുന്നു. വെളിപ്പാട് 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ വായിച്ചു, അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവനോട് മത്സരിക്കുന്നവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും, അല്ലെങ്കിൽ ഛിന്ന ഭിന്നമായി പോകും. ഇത് ഒരു ഉദ്ധരണി ആണ് എന്ന് അറിഞ്ഞിരിക്കുക. സങ്കീർത്തനം 2 നാം വായിക്കുമ്പോൾ അവിടെ ദൈവം തന്റെ പുത്രനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ പുത്രനെ ചുംബിക്കുക എന്ന് നമുക്ക് ഉപദേശം ലഭിക്കുന്നുണ്ട്. 2-ാം സങ്കീർത്തനത്തിന്റെ 8-9 വാക്യങ്ങൾ, 6-ാം വാക്യം കൂടെ വായിക്കുകയാണെങ്കിൽ സങ്കീർത്തനം 2-ന്റെ 6, സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ മേയ്ക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. 10-ാം വാക്യം, ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. 11-ാം വാക്യം, ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ. ആ സങ്കീർത്തനത്തിൽ തന്നെയാണ് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിപ്പീൻ എന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 8-9 വാക്യങ്ങളാണ് ഏറ്റവും പ്രസക്തമായിരിക്കുന്നത്. 2-ാം സങ്കീർത്തനത്തിന്റെ 8-9 വാക്യങ്ങൾ, സിയോനിൽ ദൈവം തന്റെ രാജാവിനെ വാഴിക്കുമ്പോൾ അവന് ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കുകയും കുശവന്റെ പാത്രം പോലെ അവര് ഉടഞ്ഞ് നുറുങ്ങി പോവുകയും ചെയ്യും. അവന്റെ രാജ്യത്തോട് മത്സരിക്കുന്ന, അതിന് വിധേയപ്പെടാത്ത ആളുകൾ കുശവന്റെ പാത്രം പോലെ നുറുങ്ങിപ്പോവും, ഉടഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ടാണ് വെളിപ്പാട് 2-ന്റെ 28 തിയോഥേര സഭയോട് ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും, ഐ വിൽ ഗിവ് ഹിം ദ മോർണിംഗ് സ്റ്റാർ, ഞാൻ അവന് ഉദയനക്ഷത്രം കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവാണ് ശുഭ്രമായ ഉദയനക്ഷത്രം, ദ ബ്രൈറ്റ് ആൻഡ് മോർണിംഗ് സ്റ്റാർ. കർത്താവായ യേശുക്രിസ്തു ആണെന്ന് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ വാക്യത്തിലെ പരാമർശം 2-ാം അധ്യായത്തിന്റെ 22-ലെ വാഗ്ദാനത്തെ കൂടി ബന്ധിപ്പിക്കുകയാണ്. 2-ന്റെ 28-ൽ നാം കണ്ടത് ഞാൻ അവന് ഉദയനക്ഷത്രം കൊടുക്കും. ഈ വാഗ്ദാനം കാണിക്കുന്നത് ദൈവജനത്തിന് ക്രിസ്തുയേശുവുമായുള്ള ഏകീഭാവം. അങ്ങനെ ഏകീഭാവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ നമ്മുടെയും നാം അവൻ്റെയും ആയി മാറുന്ന ഒരനുഭവം നമുക്കുണ്ടാകും. നാം അവനുമായി പറ്റിച്ചേരും. അവനുമായി പറ്റിച്ചേരുമ്പോൾ നാം ഏക ആത്മാവായി തീരും. കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ നാം അവനിൽ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരനുഭവം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നാം അത് രണ്ടും ഒന്നാണ്. മണവാട്ടിയും മണവാളനും കൂടി ഒന്നായി ഒരു ശരീരമായി ചേരുന്നത്. 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലും 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലും കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. അപ്പൊ ഈ തരത്തിൽ അവനോട് പറ്റിച്ചേർന്ന് ഒരു ഉദയനക്ഷത്രം ലഭിച്ചവനെ പോലെ തേജസ്സുള്ളവനായിട്ട്, തേജസ്സുള്ള മണവാട്ടിയായിട്ട്, തേജസ്സുള്ള മണവാളന്റെ കൂടെ ഇരുന്ന്
വാഴുന്നതിന് കർത്താവ് ഒരു അവസരം ഒരുക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. എന്നാൽ കുറച്ചുകൂടി നാം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടെ സാത്താനുമായും ഒരു പരാമർശം യേശു നടത്തുന്നു എന്നും വേണമെങ്കിൽ ചിന്തിക്കാം. സാത്താനെക്കുറിച്ച് കൂടി, കാരണം ഇവിടെ സാത്താന്റെ ആഴങ്ങളെക്കുറിച്ച് നേരത്തെ പരാമർശിച്ചിരുന്നുവല്ലോ. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയുടെ രാജ്യത്വം ഏറ്റെടുക്കുവാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അവൻ പിശാച് രാജ്യത്വം നീക്കിക്കളഞ്ഞിട്ടാണ്, ശത്രുത്വം നീക്കിക്കളഞ്ഞിട്ടാണ് ദൈവം തന്റെ രാജ്യം സ്ഥാപിക്കുവാനായിട്ട് പോകുന്നത്. പിശാച് തന്റെ ഭൂരാജ്യത്വം എന്നേക്കും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. തൽക്കാലം അവൻ ഈ ലോകത്തിന്റെ പ്രഭുവും ഈ ലോകത്തിന്റെ ദൈവവും ഒക്കെയാണ്. അത് എന്നേക്കും നിലനിൽക്കും, അവൻ എന്നേക്കും വാഴും എന്നൊരാഗ്രഹം, അല്ലെങ്കിൽ വാഴണം എന്നൊരാഗ്രഹം പിശാചിന്റെ ഉള്ളിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ പിശാചിനെ യേശുക്രിസ്തു ഈ ലോകത്തിന്റെ പ്രഭു എന്നും 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പിശാചിനെ ഈ ലോകത്തിന്റെ ദൈവം എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യേശുവും പൗലോസും പിശാചിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അവര് ലോകത്തിന്റെ പ്രഭുവാണെന്നും ഈ ലോകത്തിന്റെ ദൈവമാണെന്നും ഒക്കെ പറഞ്ഞപ്പോൾ സ്ഥിരമായി ലോകരാജ്യത്വം സ്വന്തമാക്കാൻ പിശാചിന്റെ ഉള്ളിൽ ഒരു മോഹമുണ്ടായി. മാത്രമല്ല, ലോകരാജ്യത്വം തൻ്റേതാണെന്ന് ഉറപ്പിച്ച് യേശുവിനോട് അവൻ പരീക്ഷയും പ്രലോഭനങ്ങളും ഒക്കെ അഴിച്ചുവിട്ടതും നമുക്ക് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെ പ്രലോഭിപ്പിക്കുന്നതിനായിട്ട് പരീക്ഷകൻ അടുത്തു വന്നപ്പോൾ പല പരീക്ഷണങ്ങൾ കൊടുക്കുകയുണ്ടായി. അതിലൊരു പരീക്ഷ ഇങ്ങനെയായിരുന്നു: പിശാച് യേശുവിനെ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ച് വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് യേശുവിനോട് പറയുമ്പോൾ ഇതൊക്കെ എൻ്റെയാണ്, ഇത് എന്നേക്കും എൻ്റേതായിരിക്കും എന്നൊരു മോഹം പിശാചിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അത് നടക്കാൻ പോകുന്നില്ല. അവനെ നീക്കം ചെയ്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശത്രുത്വം നീക്കിക്കളഞ്ഞിട്ട് നമ്മുടെ കർത്താവ് രാജ്യത്വം ഏൽക്കും, അവൻ ഈ ഭൂമിയെ ഭരിക്കും, നമുക്ക് അവൻ്റെ കൂടെ വാഴുന്നതിനായിട്ടുള്ളൊരു പങ്കാളിത്തമുണ്ട്. ആ ഉദയനക്ഷത്രത്തിന്റെ കൂടെ ശോഭയുള്ള തേജസ്സുള്ള മണവാട്ടിയായിട്ട് ചേരുവാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ ഹൃദയത്തെ പ്രത്യാശയാൽ നിറയ്ക്കട്ടെ. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, യെശയ്യാവ് 14:12 വായിക്കുമ്പോൾ പിശാചിനെ അല്ലെങ്കിൽ സാത്താനെ അരുണോദയപുത്രനായ ശുക്രൻ അല്ലെങ്കിൽ ലൂസിഫർ എന്ന് പരാമർശിച്ചിരിക്കുന്നു. അരുണോദയപുത്രനായ ശുക്രൻ അങ്ങനെ പരാമർശിച്ചിരിക്കുന്നു. എബ്രായ ഭാഷയിൽ ലൂസിഫർ എന്ന പദത്തിന്റെ അല്ലെങ്കിൽ ആ പേരിന്റെ അർത്ഥം ശുഭ്ര നക്ഷത്രം, ഉദയസൂര്യന്റെ ശോഭ എന്നാണ്. പലരും വിചാരിക്കുന്നത് പോലെ പിശാച് കറുത്ത് ഇരുണ്ട് ഒരു ആകർഷണവും ഇല്ലാത്ത ഒരു ആളായിട്ടല്ല ബൈബിൾ പലപ്പോഴും അവനെ വെളിപ്പെടുത്തുന്നത്. അവന് ലൂസിഫർ അല്ലെങ്കിൽ അരുണോദയപുത്രനായ ശുക്രൻ എന്ന് പറയുമ്പോൾ ശുഭ്ര നക്ഷത്രം, ഉദയസൂര്യന്റെ ശോഭയുള്ളവൻ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. തുയഥൈരയിലെ ദുരുപദേശവാദികൾ സാത്താന്റെ ആഴങ്ങൾ തേടിപ്പോയവരാണ്. അവരെത്തിച്ചേരാൻ പോകുന്നത് അന്ധകാരത്തിലും മരണത്തിലും 2ാം മരണത്തിലുമാണ് എന്ന് അവർക്കൊരു പക്ഷേ ബോധമുണ്ടായി കാണുകയില്ല. നമുക്കെങ്കിലും ആ ബോധം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ദൈവത്തോടൊപ്പം നിന്ന് ജയിക്കുന്നവർക്ക് ശുഭ്രമായ ഉദയനക്ഷത്രത്തിൽ പങ്കാളിത്തം ലഭിക്കും എന്ന് പറഞ്ഞാൽ, വെളിച്ചത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നത് കർത്താവിൻ്റെ കൂടെ അവസാനത്തോളം നിൽക്കുന്നവർക്കാണ്. കാരണം നമ്മുടെ ദൈവം വെളിച്ചമാകുന്നു. അപ്പോൾ അവർ വെളിച്ചത്തിലും നിത്യജീവനിലും എത്തിച്ചേരും. എന്നാൽ പിശാച് എത്തിച്ചേരാൻ പോകുന്നത് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലാണ്. അവൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ് വെളിച്ചമായി ഭൂമിയുടെ രാജ്യത്വം പിടിച്ചെടുത്ത് എന്നേക്കും വാഴുക എന്നുള്ളത്. എന്നാൽ അത് അസ്ഥാനത്താണെന്ന് വെളിപ്പാട് പുസ്തകം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ അല്ല, അഗ്നി നരകത്തിൽ തള്ളിക്കളയും. അവിടെ അവൻ നിത്യ ദണ്ഡനം അനുഭവിക്കും. എന്നാൽ വെളിച്ചമാകുന്ന കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഉദയനക്ഷത്രമായിരിക്കുന്ന ബ്രൈറ്റ് ആൻഡ് മോർണിംഗ് സ്റ്റാർ ആയിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നാം നിത്യജീവനിൽ സത്യദൈവത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഈ സന്ദേശമാണ് തുയഥൈര സഭയ്ക്ക് കർത്താവായ യേശുക്രിസ്തു നൽകിയത് എന്നിട്ട് പറഞ്ഞു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സന്ദേശം 2 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ മനസ്സിലേക്കൊന്ന് വരുന്നതിനായിട്ട് ഞാനതൊന്ന് ബ്രീഫ് ചെയ്യാനായിട്ട് ഒരു റിവ്യൂ പോലെ ചുരുക്കി ചില കാര്യങ്ങൾ തുയഥൈര സഭയെക്കുറിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നും ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു, ദ ലോങ്സ്റ്റ് മെസ്സേജ് ടു ദ ചർച്ച് ഇൻ ദ സ്മോളസ്റ്റ് സിറ്റി. ഒരു നീണ്ട സന്ദേശമാണ് തുയഥൈര സഭയ്ക്ക് നൽകിയത്.
ഈ സഭയിൽ വിഗ്രഹാരാധനയും ദുർനടപ്പും ഒക്കെ വ്യാപകമായിരുന്നു. പലതരത്തിലുള്ള ആരാധനകൾ ഈ പട്ടണത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അപ്പോളോ, സൂര്യദേവനെ ആരാധിക്കുന്ന രീതി, സർപ്പത്തെ ആരാധിക്കുന്ന രീതി ഒക്കെ നിലനിന്നിരുന്ന ഒരു പട്ടണത്തിലാണ് ഈ സഭ ഇരുന്നിരുന്നത്. അപ്പോൾ ആ സ്വാധീനത്തിലേക്ക് പോകുന്നതിനുള്ള പ്രേരണ തുയഥൈരയിലെ സഭയ്ക്കുണ്ടായിരുന്നു. ആ പ്രേരണയൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഒന്നാമത് കർത്താവ് തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ എന്ന് പറഞ്ഞത്. അത് ന്യായവിധിയെക്കുറിച്ചാണ്. ഇവരുടെ എല്ലാ അന്തര ഇന്ദ്രിയങ്ങളെയും ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും എല്ലാം കർത്താവിന് കാണാം എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് എന്ന് പഠിച്ചത് ഓർക്കുക. മാത്രമല്ല, വെളിപ്പാടിൽ കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന നാമത്താൽ അറിയപ്പെടുന്നുവെന്ന് ഇവിടെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെന്നും നാം പരാമർശിച്ചല്ലോ. രണ്ടാമതായിട്ട് കർത്താവ് അവർക്ക് കൊടുത്ത അപ്രൂവൽ അല്ലെങ്കിൽ ഇവരെ അഭിനന്ദിച്ചത് എന്തിനായിരുന്നെന്ന് ഓർക്കുക. 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലുണ്ട്, നിന്റെ പ്രവൃത്തി, നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം, നിന്റെ ശുശ്രൂഷ, നിന്റെ സഹിഷ്ണുത, ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ. ഈ കാര്യങ്ങളെല്ലാം ഓർത്തിട്ടാണ് അവരെ അഭിനന്ദിച്ചത്. എന്നാൽ മൂന്നാമതായിട്ട് അവരെ അക്യൂസ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ കുറ്റം എടുത്തു കാണിച്ചു. 2:20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുമ്പോൾ കള്ളപ്രവാചകിയായ ഒരു സ്ത്രീയെ അവർ അനുവദിച്ചു. ഈസബേലിനെ പോലുള്ള ഒരു സ്ത്രീയെ. അവരുടെ പ്രേരണയിൽ ദുർനടപ്പും വിഗ്രഹാർപ്പിതം തിന്നലും വിഗ്രഹാരാധനയും ഒക്കെ സഭയിൽ കടന്നുകൂടി. ആ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഈ സ്ത്രീ യേശുക്രിസ്തുവിന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും അവരെ തെറ്റിച്ചു കളയുകയും ചെയ്തു. ഒരു സ്ത്രീ പുളിച്ച മാവെടുത്ത് ദൈവരാജ്യത്തില് അതെല്ലാം പുളിച്ചു വരുന്നതുവരെ വെച്ചതുപോലെ അവൾക്ക് മാനസാന്തരപ്പെടുവാനായിട്ട് കർത്താവ് സമയം കൊടുത്തു. എന്നാൽ അവൾ മാനസാന്തരപ്പെട്ടില്ല, അവളുടെ അനുയായികളും മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് കഷ്ടതയും മഹാമാരിയും മരണവും അവർക്ക് വരാനായിട്ട് പോകുന്നു ന്യായവിധിയായിട്ട് എന്ന കാര്യം കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തി. തെറ്റായ ഉപദേശങ്ങളൊക്കെ സഭയിൽ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരുപാട് സമയം അവർ എടുക്കുകയും അത് വളരെ മോശമായ ഒരവസ്ഥയിൽ വന്ന് അധപ്പതിക്കുകയും ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞത്, സകല സഭകളും ഇതിൽ നിന്ന് പഠിക്കാൻ ഇടയാകും. ഇവർക്ക് പറ്റിയ അബദ്ധം മറ്റെല്ലാ സഭകളും പഠിക്കാൻ ഇടയാകും എന്നും കർത്താവ് പറഞ്ഞത് ഓർക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ പഠിച്ച ക്ലാസ്സിൽ അഡ്മോണിഷൻ അല്ലെങ്കിൽ ഉപദേശം കൊടുത്തത്. 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ സാത്താന്റെ ആഴമല്ല ദൈവത്തിന്റെ ആഴമാണ് നാം അറിയേണ്ടതെന്നും ജീവപര്യന്തം വിശ്വസ്തരായിരിക്കണമെന്നും കർത്താവ് വരും വരെ നമുക്കുള്ളത് പിടിച്ചുകൊള്ളണമെന്നും സഭയെ ചേർക്കാൻ കർത്താവ് വരുന്നതിനെക്കുറിച്ച് ആദ്യമായിട്ടൊരു പരാമർശം, മേഘപ്രത്യക്ഷതയെക്കുറിച്ചുള്ള പരാമർശം ഇവിടെ ലഭിക്കുന്നുവെന്നും ഇന്ന് നമ്മൾ പഠിച്ചല്ലോ. അവസാനമായിട്ട് ഒരു വെല്ലുവിളി കൊടുത്തത് 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലാണ്. ജയിക്കുന്നവന് ജാതികളുടെ മേൽ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ മേൽ അധികാരം കൊടുക്കും, ഞാനവന് ഉദയനക്ഷത്രവും കൊടുക്കും. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ഇരിക്കുമ്പോൾ, യേശുവുമായിട്ടുള്ള ഒരു ക്ലോസ് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ കൂടെ അധികാരത്തിലും സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും ഒക്കെ അവകാശമുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞത്. നമ്മളുടെ ഈ പഠനം ഇപ്പോൾ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വരെ എത്തിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന് ഒരു കൺക്ലൂഷൻ പോലെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 സഭകൾക്കുള്ള ദൂതുകളാണ് നാം പരിശോധിച്ചത്. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര. നാം ഇനി 3-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ 3 സഭകൾക്കുള്ള ദൂതുകളാണ് അവിടെ നമുക്ക് പഠിക്കാനിരിക്കുന്നത്. സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്യ. നാം പഠിച്ച 4 സന്ദേശങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തോട് ചേർത്ത് ഒരു ആത്മപരിശോധന നടത്തേണ്ടതിനായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. വെറും അറിവായിട്ട് മാത്രം ഈ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവജനത്തിന് മുമ്പിലുള്ള അപകടങ്ങൾ, വെല്ലുവിളികൾ തിരിച്ചറിയാനായിട്ട് ഇത് സഹായകമാകും. നമ്മുടെ വ്യക്തി ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ പൊതുജീവനിൽ നാം മുന്നേറുമ്പോൾ പല അപകടങ്ങളും പല വെല്ലുവിളികളും നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നാം തരണം ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ തിരിച്ചറിവ് ഈ സന്ദേശങ്ങൾ നമുക്ക് നൽകും. ഞാൻ 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. എഫേസോസിലെ സഭയെ പോലെ ഉത്സാഹികളായി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവരും യാഥാസ്ഥിതിക ചിന്താഗതിയുള്ളവരുമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യ സ്നേഹം നഷ്ടപ്പെടാം, വീണുപോകാം, മറന്നുപോകരുത്. തുയഥൈര സഭയെ പോലെ നമ്മുടെ സ്നേഹത്തിലും വിശ്വാസത്തിലും കുറവില്ലാതെ നാം മുന്നേറുമ്പോൾ തന്നെ നമ്മുടെ ആത്മീയ വിവേചന ശക്തി നഷ്ടപ്പെട്ട് സഭയുടെയും വ്യക്തികളുടെയും ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടാം. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഒക്കെ വിട്ട്
ആ ബന്ധത്തിൽ വഷളായി പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരാകേണ്ടതിന് ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണം എന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുകയുണ്ടായി. ഇതാണ് ദൈവജനത്തിന് ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള പ്രത്യാശയും നമ്മെക്കുറിച്ച് മറ്റുള്ളവരുടെ പ്രതീക്ഷയും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പെർഗമോസിനെയും തുയഥൈരയെയും കൂടി ഒന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പെർഗമോസിനെയും തുയഥൈരയെയും പോലെ നാം ദുഷ്ടത, ദുരുപദേശം, വിഗ്രഹാരാധന മുതലായവയെ ഗൗരവമായി കാണാതെ അവയെ സഭയിൽ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ അനുവദിക്കുന്നുവെങ്കിൽ അത് കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതും ന്യായവിധി വിളിച്ചു വരുത്തുന്നതുമാണെന്ന് മനസ്സിലാക്കണം. ബിലയാമിന്റെ ഉപദേശം, നിക്കലാവ്യരുടെ ഉപദേശം, കള്ളപ്രവാചകന്മാരുടെയും കള്ളപ്രവാചകിമാരുടെയും ഉപദേശം, ഈസബേലിന്റെ തന്ത്രങ്ങൾ, ഇതൊന്നും സഭയിൽ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ അനുവദനീയമല്ല. ഇതിലേതെങ്കിലും കടന്നുകൂടുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അവ വിട്ട് നമുക്ക് മാനസാന്തരപ്പെടാം. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യാം. നാം പരിശോധിച്ച സഭകളിൽ ഏറ്റവും തികഞ്ഞ ആത്മീയത സ്മിർന സഭയ്ക്കാണെന്ന് അത് പഠിച്ചപ്പോൾ തോന്നിയോ എന്നെനിക്കറിയാൻ പാടില്ല. സ്മിർന സഭയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ട് പല ആളുകൾക്കും അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളതും 100% മാർക്ക് കിട്ടിയതുമായ സഭ എന്ന് തോന്നിക്കാണാൻ സാധ്യതയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അങ്ങനെയാണ് കണ്ടത്. ദൈവത്തിന് സ്തോത്രം. നാം ദൈവമക്കളെ തെറ്റായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് വിധിക്കാനും വിലയിരുത്താനും ഒരിക്കലും തുനിയരുത്. എന്തെന്നാൽ ഹൃദയ രഹസ്യങ്ങളെല്ലാം അറിയാവുന്നതും കാണുന്നതും കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവനാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളത്. അവനാണ് ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ഹൃദയത്തിലിരിക്കുന്ന രഹസ്യങ്ങളെയും എല്ലാം കാണാൻ കഴിയുന്നത്. നമ്മുടെ പ്രവൃത്തി, പ്രയത്നം, സ്നേഹം, ശുശ്രൂഷ ഒക്കെ ചിലപ്പോൾ കാണാൻ ഒരുപാടുണ്ടായിരിക്കും. എന്നാൽ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. കർത്താവിനാണ് അതെല്ലാം അറിയാനായിട്ട് കഴിയുന്നത്. അവൻ നമ്മെ ന്യായം വിധിക്കുമ്പോൾ നമ്മുടെ രഹസ്യത്തെ എല്ലാം നോക്കിയിട്ടാണ് ന്യായം വിധിക്കുന്നതെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ 3 വാക്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, അത് വായിച്ചു നോക്കണം. സഭാപ്രസംഗി 12-13-14. സഭാപ്രസംഗി 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ. 1 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, 1 കൊരിന്ത്യ ലേഖനം 4-5, റോമാലേഖനം 2-16, റോമർക്കെഴുതിയ ലേഖനം 2:16. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ന്യായവിധിയിലും വിലയിരുത്തപ്പെടുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ന്യായവിധിയിലും വിലയിരുത്തലിലും രഹസ്യങ്ങൾക്കുള്ള സ്ഥാനം, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ചിന്തകളുടെ സ്ഥാനം എന്ത് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വാക്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ആ വാക്യങ്ങൾ വായിച്ചു നോക്കണം. സ്മിർന ഒഴിച്ചുള്ള 3 സഭകൾക്കും ദൈവം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നൽകിയ ഏറ്റവും വലിയ ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, മാനസാന്തരപ്പെടുക, നിന്റെ മനോഭാവം മാറ്റുക. റിപ്പന്റ്, ചേഞ്ച് യുവർ മൈൻഡ്, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ഇതാണ് കർത്താവ് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുള്ളത് നഷ്ടപ്പെട്ട പാപികളാണ് മാനസാന്തരപ്പെടേണ്ടതെന്നായിരിക്കാം. എന്നാൽ അങ്ങനെയല്ല. അനുസരണത്തിൽ വീഴ്ചകൾ വന്ന, കൃത്യതയോടെ യേശുവിനെ അനുഗമിക്കാത്ത ദൈവമക്കളും അനുതപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യേണ്ടതാണ്. നാം മാനസാന്തരപ്പെട്ട് ജീവിതത്തിൽ നിന്ന് പാപം നീക്കിക്കളയുന്നില്ലെങ്കിൽ, സഭകളൊക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, സഭകൾ പാപം നീങ്ങി വിശദീകരിക്കപ്പെടുന്നില്ലെങ്കിൽ, കർത്താവ് നമ്മെ ന്യായം വിധിച്ച് നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലാണ് നാം അത് വായിച്ചത്. നാം മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, നീ ഏതിൽ നിന്ന് വീണു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ, നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. അത് പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിട്ട്, ഒരു പ്രാദേശിക സഭ ക്രമേണ വിശ്വാസം ത്യജിക്കുകയും ആത്മീയ ജീവൻ ഇല്ലാത്തതായി തരം താഴുകയും അവരുടെ സാക്ഷ്യം നഷ്ടപ്പെടുകയും ദൈവനാമത്തിന് അപമാനം വരുത്തുകയും ദൈവത്തിന് മഹത്വം കരയറ്റാതെ ഇരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതൊരു വല്ലാത്ത ദുരവസ്ഥയാണ്. അത് എത്രയോ പരിതാപകരമാണ്. അങ്ങനെയുള്ള വ്യക്തികളോ സഭകളോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് തിരുത്തുവാനും മാനസാന്തരപ്പെടുവാനുമുള്ള സമയം ആയിരിക്കുന്നു. കാരണം കർത്താവ് ആവർത്തിച്ച് നമ്മളോട് പറയുന്നത് മാനസാന്തരപ്പെടുക. പ്രത്യേകിച്ച് തുയഥൈര സഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു,
കള്ളപ്രവാചകിക്ക് ഞാൻ മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും അവളത് പ്രയോജനപ്പെടുത്തിയില്ല. ഇത് നമ്മളുടെയും അനുഭവമാകുമോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. നമുക്ക് ധാരാളം സമയം മാനസാന്തരപ്പെടുവാൻ, തിരുത്തുവാൻ, നമ്മുടെ വഴികളെ നന്നാക്കുവാൻ നമ്മുടെ കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ്. നാം ആ തിരുത്തലുകൾക്ക് വിധേയപ്പെട്ട് മാനസാന്തരപ്പെട്ട് നമ്മുടെ വഴികളെ മാറ്റുന്നില്ലെങ്കിൽ കർത്താവിന് തൻ്റെ വാളിന് മൂർച്ച കൂട്ടേണ്ടതായിട്ട് വരും. അവൻ്റെ ന്യായവിധി നമ്മുടെ മേൽ ഇറങ്ങി വരും. അങ്ങനെ വരാതിരിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ വരവ് തന്നെ താമസിപ്പിക്കുന്നതെന്നാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വരവ് താമസിപ്പിക്കുന്നത് കർത്താവിന് വരാൻ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. സഭയോടും കർത്താവ് ഈ തരത്തിൽ ദീർഘക്ഷമ കാണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സഭയിലുള്ള എല്ലാ വ്യക്തികളും, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. എല്ലാ വ്യക്തികളും ഈ കാര്യങ്ങൾ ശ്രവിച്ചിട്ട് അവർക്ക് എവിടെയെങ്കിലും തിരുത്തലുകൾ വരുത്താനായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാദിവസം എന്നോർത്ത് നമ്മെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും കർത്താവിൻ്റെ കാൽപാദത്തിൽ വീണ് കർത്താവെ എന്നെ സഹായിക്കണം, ചുങ്കക്കാരൻ പറഞ്ഞതുപോലെ പാപിയായ എന്നോട് കരുണയുണ്ടാകണം എന്ന് കർത്താവിനോട് പറഞ്ഞാൽ അവൻ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും നമുക്കൊരു പുതുജീവൻ പകർന്നു തന്ന് നമ്മെ വീണ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മടക്കിക്കൊണ്ടുവന്ന് അവൻ്റെ കൂടെ നിർത്തി അവൻ തരുന്ന അവകാശങ്ങളും ജയിക്കുന്നവർക്ക് കൊടുക്കുന്ന എല്ലാ നന്മകളും നമുക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് കാത്തിരിക്കുന്നു. നമുക്ക് നമ്മളെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വീണ്ടും ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ത്രിവിധേയ സഭയ്ക്കും കർത്താവ് മറ്റ് 3 സഭകൾക്കും കൊടുത്ത സന്ദേശങ്ങൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് പരിശോധിക്കുവാൻ ഞങ്ങൾക്ക് സാവകാശം തന്നല്ലോ. ഞങ്ങളെ തന്നെ നിരന്തര സന്നിധിയിൽ താഴ്ത്തുകയാണ്. കർത്താവ് നീ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വെല്ലുവിളികളെ ഏറ്റെടുക്കുവാനും ജയിക്കുന്നവരായിട്ടിരിക്കുവാനും എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകളോ പരാജയങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ആ മേഖലകളിലൊക്കെ തിരുത്തലുകൾ വരുത്തുവാൻ, മാനസാന്തരപ്പെടുവാൻ, കർത്താവ് ഞങ്ങൾ ഏതിൽ നിന്ന് വീണുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാൻ കർത്താവ് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വചനം കേട്ട എല്ലാ ഹൃദയങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചിട്ട് മാനസാന്തരങ്ങളെയും ജീവനെയും വിടുതലിനെയും കർത്താവ് കൊടുത്ത് തേജസ്സോടുകൂടെ കർത്താവിൻ്റെ കൂടെ വാഴുന്നതിന്, കർത്താവിൻ്റെ കൂടെ അവകാശം പ്രാപിക്കുന്നതിന്, ഉദയനക്ഷത്രം പ്രാപിക്കുന്നതിന് ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.